ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വ്ളോഗിൻ്റെ ബാക്കിയാണ്, തേർഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ പാറശാല എത്തിയിട്ടുണ്ട്. പിന്നെ പിന്നെ ഫുള്ള് നമ്മൾ കാണിക്കണ്ടല്ലോ പോണത്. ഇപ്പോൾ തിരുവനന്തപുരം എത്തി. നമ്മൾ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് അവിടെ കുറച്ചൊന്ന് പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ കണ്ടിട്ട് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എത്തി. നമ്മളവിടെ പുറത്ത് ഇറങ്ങിയിട്ട് നമ്മുടെ ബാഗൊക്കെ ഉണ്ടല്ലോ, ബാഗ് എവിടെയെങ്കിലും എന്തൊക്കെ കൊടുത്തേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. നമുക്ക് കുറച്ച് ടൈമുള്ളൂ. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ക്ലോക്ക് റൂമിൽ നോക്കുകയാണ്. അപ്പോൾ ക്ലോക്ക് റൂമിൽ ഇത് കൊണ്ടുവച്ചിട്ട് നമുക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു ലോക്കർ ടൈപ്പ് ഉണ്ട്, ലഗേജ് ലോക്കർ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇനി ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് തന്നെ ഓപ്പൺ ആക്കിയിട്ട് വെക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഇനി നമുക്ക് ടൈമിൽ കിട്ടിയില്ലെങ്കിൽ വിചാരിച്ചിട്ട് നമ്മൾ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞ് ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റുണ്ട്, പങ്കായെന്ന് പറഞ്ഞിട്ട് നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്. അപ്പോൾ അധികം ദൂരമില്ല ക്ഷേത്രത്തിലേക്കും. പിന്നെ അവിടെ നിന്ന് അധികം ദൂരമില്ല. ഞങ്ങളിവിടെ ഒരു 2:30 എത്തിയിട്ട് നമുക്ക് 4 മണിക്കാണ് ട്രെയിൻ. 2 മണി 2:15 എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പങ്കായത്തിലേക്ക് കയറുകയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ ചോദിച്ചപ്പോൾ അതൊന്നുമില്ല, ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ നാടൻ ഫുഡ് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഉച്ചക്ക് അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നാടനാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് കഴിച്ച് കുഴപ്പമില്ല, നല്ല സദ്യ തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരമുള്ള ക്ഷേത്രത്തിലേക്ക് അപ്പോൾ തിരുവനന്തപുരമല്ല. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുത്ത് ഞാൻ ചെറുതിൽ വന്നിട്ടുള്ളതാണ്, ഇപ്പോൾ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല തിരുവനന്തപുരത്ത്. അപ്പോൾ തിരുവനന്തപുരം വെറുതെ ഒന്ന് ജസ്റ്റ് പിന്നെ എന്തായാലും എത്തിയതല്ല, അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ നമ്മുടെ സ്ഥലം എത്താനായിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സൈഡ് അടുത്തുള്ള കുളമൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തി. ഞാൻ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ പോയത്. പൈക്കുനി ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് പഞ്ചപാണ്ഡവരുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഫോട്ടോ എടുത്തതിൻ്റെ. പിന്നെ അത് ഫോട്ടോ ആയതുകൊണ്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് നമ്മൾ ക്ഷേത്രം ഓപ്പൺ അല്ല, 4 മണിക്ക് ഓപ്പൺ ആകുള്ളൂ. അപ്പോൾ നമുക്ക് അത് കാണാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു മ്യൂസിയം ഉണ്ട്, കുറേ ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഒരു മ്യൂസിയമാണ്. അപ്പോൾ ആ മ്യൂസിയത്തിലേക്ക് വന്ന് ആ മ്യൂസിയത്തിൻ്റെ അകത്ത് നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കണം. പുറത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണതിന് ഒരു 100 റുപ്പീസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടെയാണ് പോണത്. അപ്പോൾ ഒരു വലിയൊരു പണ്ടത്തെ ഒരു വീടാണ്. അപ്പോൾ ഇത് പുത്തൻമാളിക മ്യൂസിയമാണ്. അപ്പോൾ പുറത്തുനിന്ന് നമുക്ക് എടുക്കാം, അകത്തുനിന്നൊന്നും പിന്നെ എടുക്കാൻ പറ്റില്ല, ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. അപ്പോൾ നമ്മൾ പുറത്ത് ഒരു 100 റുപ്പീസ്. പിന്നെ അധികം നമുക്ക് ടൈമില്ലല്ലോ, അപ്പോൾ തന്നെ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വെറുതെ പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ പിന്നെ പോരുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ടൈം ഏകദേശമായി. ഒരു 3:40 നമ്മളവിടുന്ന് പുറപ്പെട്ട് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി. അപ്പോൾ അവിടെ വെച്ചിട്ട് സുചിത്ര സീരിയൽ ആക്ട്രസിനെ കണ്ട് അപ്പോൾ ഒരു ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ കറക്റ്റ് 4 മണി 5 മിനിറ്റ് ഉള്ളപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയത്. അപ്പോൾ വന്ദേ ഭാരതിലാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോണത് തന്നെ തൃശ്ശൂർക്ക് പോണത് വന്ദേ ഭാരതിലാണ്. അപ്പോൾ വന്ദേ ഭാരതിൽ കയറി നമ്മളവിടെ ഇരുന്നപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. നമ്മൾ രാവിലെ തൊട്ടുള്ള ഓട്ടാണല്ലോ, രാവിലെ നേരത്തെ പോന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ വന്ദേ ഭാരതിൽ എത്തിയപ്പോൾ നമുക്ക് ഒന്ന് ഫ്രീ ആയി. अंदर धूम्रपान करना दंडनीय अपराध है। आपका सहयोग सभी के लिए सुरक्षित यात्रा सुनिश्चित करता है।
धन्यवाद। പിന്നെ നമുക്കവർ സ്നാക്സൊക്കെ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ സ്നാക്സിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഉണ്ടായിരുന്നു, പിന്നെ ബനാന ഹൽവ ഉണ്ടായിരുന്നു, പിന്നെ ഒരു കൊഴുക്കട്ട വെച്ചിട്ടുണ്ട്, പിന്നെ കോഫി മേക്കർ ഉണ്ട്. കോഫി മേക്കർ നമുക്ക് അവർ ചൂടുവെള്ളം കൊണ്ടുവന്ന് തരും. അപ്പോൾ അതിൽ നമുക്ക് കോഫി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസുകൾ. അപ്പോൾ ഇതാ കോഫി മേക്കർ തന്നിട്ടുണ്ട്, പിന്നെ ചൂടുവെള്ളം കൊണ്ടുവന്ന് തരും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി കുടിക്കാം. കുഴപ്പമില്ലാത്ത കോഫിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കൊല്ലം സ്റ്റേഷൻ എത്താറായി എന്നിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അത് അവിടുന്ന് പുറത്തേക്ക് കിടന്ന ടോയ്ലറ്റിൻ്റെ ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് ടോയ്ലറ്റ് നല്ല സൗകര്യമൊക്കെ ഉള്ള നല്ല ടോയ്ലറ്റ് തന്നെയായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളും കൂടെ ഉള്ള ടോയ്ലറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റേഷൻ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടുത്ത സ്റ്റേഷൻ തൃശ്ശൂരാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് ടൈം എടുത്തിട്ടോ, കുറച്ച് ടൈമുണ്ട്. അവർ കാണിച്ചു തുടങ്ങും. അതിൽ പല ലാംഗ്വേജിലും എഴുതി കാണിക്കും, പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫുഡ് ബുക്ക് ചെയ്തത് ഇപ്പോഴാണ് നമുക്ക് കൊണ്ടുവന്നത്. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ പൊറാട്ട, 1-2 കറികളുണ്ടായിരുന്നു, പിന്നെ തൈര് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടൈം ഏകദേശം ആയി തുടങ്ങിയപ്പോൾ പെട്ടിയൊക്കെ എടുത്ത് താഴേക്ക് ഇറക്കി വെച്ച്. ഇനിയിപ്പോൾ അധികം ടൈം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തുകയും ചെയ്തിട്ടോ. ഒരു 4 to 8 എന്നാണ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ ഒരു 10 മിനിറ്റോളം ഒന്ന് ലാഗായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്തി കറക്റ്റ് ഒരു 8-10 നമ്മൾ എത്തി. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് കിടക്കാൻ നോക്കുകയാണ്. ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് പിന്നെ നമ്മൾ ഒരു കോഫി കുടിച്ചിട്ട് അതിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ കന്യാകുമാരി വ്ളോഗ് അവസാനിച്ചു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.